നമസ്കാരം. ഒരു ഭൗമരാഷ്ട്ര നിരീക്ഷണ വിദഗ്ധനുണ്ട്. പെപ്പെ എസ്കോബാർ എന്നാണ്, ബ്രസീലുകാരനാണ് അദ്ദേഹം ഇപ്പോൾ ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തുവിട്ടിരിക്കുകയാണ്. മൊസാദ്, നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വധിക്കുവാൻ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ഈ ഇറാൻ US സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിനെ തുടർന്ന് അസീം മുനീറിനെ വധിക്കുവാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. പ്രത്യേകമായി മൊസാദ് പദ്ധതിയിട്ടിരുന്നു. പാകിസ്ഥാൻ അതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. പാകിസ്ഥാൻ അത് കണ്ടെത്തി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിക്കളയും എന്നുള്ളൊരു ഭീഷണി മുന്നോട്ട് വെച്ചു. അതേ തുടർന്ന് മൊസാദ് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ഇനി വധിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതാണ് പെപ്പെ എസ്കോബാറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു സാരാംശം. അടിസ്ഥാനപരമായിട്ട് ഇത് വലിയ തമാശ കലർന്നൊരു വെളിപ്പെടുത്തലാണ്. കാരണം ഒന്നാമത്തെ കാര്യം, മൊസാദിൻ്റെ പദ്ധതികൾ എന്നുള്ളത് പ്രേക്ഷകർക്കും ഒരു പരിധിവരെ അറിയാം. ചെയ്തു കഴിഞ്ഞ് അവരത് നടത്തിക്കഴിഞ്ഞ് പലരും അറിയാറുള്ളൂ. അമേരിക്ക പോലും പലപ്പോഴും അവരുടെ നീക്കങ്ങൾ അറിയാറുള്ളൂ. അതിനെ പാകിസ്ഥാൻ്റെ ISI എന്ന ഈ പറയുന്ന പോലെ തകർന്നടിഞ്ഞു കിടക്കുന്നൊരു രാജ്യത്തെ ഭീകരവാദികളെ പരിശീലിപ്പിച്ച് മാത്രം ശീലിച്ചിട്ടുള്ള ഒരു ഹിറ്റ് സ്ക്വാഡ് എന്ന് പറയാം, കൊലയാളി സംഘം എന്ന് പറയാവുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തി എന്നുള്ളത് തന്നെ വലിയ തമാശയാണ്. അസീം മുനീറിനെ വധിക്കുവാൻ മൊസാദ് പദ്ധതിയിട്ടു എന്നുള്ളത് രണ്ടാമത്തെ തമാശ. മൂന്നാമത്തേത്, പാകിസ്ഥാൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇസ്രായേൽ എന്തെങ്കിലും ഒരു പദ്ധതി ഉപേക്ഷിക്കാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മൂന്നാമത്തെ തമാശ. ഇതിൽ പ്രസക്തമായൊരു കാര്യം, മൊസാദ് അസീം മുനീറിനെ വധിക്കേണ്ട കാര്യമുണ്ടോ? അസീം മുനീറിനെ വധിക്കേണ്ട ഒരു കാര്യവും മൊസാദിനില്ല. അവർ വധിക്കണമെങ്കിൽ വധിക്കേണ്ടത്, ഈ കരാർ അവർക്ക് പ്രശ്നം ആണെങ്കിൽ അവർ വധിക്കേണ്ടത് ഇറാൻ്റെ പ്രതിനിധികളെയോ അല്ലെങ്കിൽ ഇതിന് ഇടനില നിൽക്കുന്ന ഖത്തറിൻ്റെ പ്രതിനിധികളെയാണ്. പാകിസ്ഥാൻ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് അതിൽ കൂടെ നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അവരുടെ സൈന്യത്തെ ബലിയാടുകളായി സൗദി അറേബ്യയിലേക്ക് അയക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു പിണിയാൾ മാത്രമാണ് അമേരിക്കയെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരു വിഷയമേ അല്ല. സൈനിക ശക്തി എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്. അത് സത്യമായ കാര്യമാണ്. കാരണം പാകിസ്ഥാൻ്റെ ആണവ പോർമുനകളുടെ ഒരു പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും ഒക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ചോദ്യചിഹ്നങ്ങളാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്നൊരു രാജ്യം വിഷയമേ അല്ല. അടിസ്ഥാനപരമായിട്ട് ഇസ്രായേൽ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒന്ന് ഒതുക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിലും ഞങ്ങളൊരു തീരുമാനമാക്കുമെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പ്രസ്താവനയിൽ നിന്ന് അവർ ഇന്നേ വരെ പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെപ്പെ എസ്കോബാറിൻ്റെ ഈ ഒരു ലേഖനം ഇപ്പോൾ പുറത്തു വന്നത് എന്തിനാണ്? പെപ്പെ എസ്കോബാർ അത്യാവശ്യം പ്രശസ്തനാണ്. ഈ ഭൗമരാഷ്ട്ര നിരീക്ഷക വിദഗ്ധൻ എന്നുള്ള തരത്തിൽ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്ക് പ്രിയപ്പെട്ടവനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേരുണ്ടാക്കേണ്ട കാര്യം ഇതിലില്ല. ഇപ്പോൾ ഈ ലേഖനം പുറത്തു വന്നതിൻ്റെ ഉദ്ദേശം ഇസ്രായേലും അമേരിക്കയുമായി, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവുമായി ഉള്ള ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളൽ വീണിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പ് നോക്കിയേ പറ്റുകയുള്ളൂ. ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ കൺസർവേറ്റീവ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം ചേർന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 സെനറ്റർമാർ കോൺഗ്രസ്സിൽ യുദ്ധത്തിനെതിരെയുള്ളൊരു ബില്ല് പാസ്സാക്കി. ട്രംപ് വല്ലാതെ ക്ഷുഭിതനായിരുന്നു. നേരത്തെ ഒരു കെർസ്റ്റാമറിൻ്റെ വീഡിയോ ചെയ്തതുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയും അവിടുത്തെ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും എല്ലാം കൂടി ഒന്ന് കൂടിക്കൊഴിഞ്ഞാണ് റിപ്പബ്ലിക്കൻ പാർട്ടി കോൺഗ്രസ് അംഗങ്ങൾ ട്രംപിനെതിരായി 4 പേർ വോട്ട് ചെയ്തു. അങ്ങനെയുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നിരവധിയുണ്ട്. അതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ നവംബറിൽ കഴിയുന്ന മിഡ് ടേം തിരഞ്ഞെടുപ്പുകൾ, മധ്യകാല തിരഞ്ഞെടുപ്പുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയായി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ സെനറ്റിലും കോൺഗ്രസ്സിലും ഭൂരിപക്ഷം ലഭിച്ചാൽ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തെങ്കിലും കാരണം കണ്ടെത്തി അവർ ഇംപീച്ച് ചെയ്യും. തന്നെയുമല്ല, ഇംപീച്ച് ചെയ്യപ്പെട്ട ട്രംപിനെ അവർ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളും കൈക്കൊള്ളും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ന്യൂയോർക്കിലെ പോലുള്ള മംദാനിയൊക്കെ അതിന് കാത്തിരിക്കുകയാണ്. ട്രംപിന് മേൽ നിയമ നടപടികളെടുത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും അഴിക്കുള്ളിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടക്കും. ആ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കേണ്ട ഒരു ബാധ്യത ട്രംപിനുള്ളത് കാരണം ട്രംപിന് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് താല്പര്യവുമില്ല. കാരണം അവർ നേരിടേണ്ടി വരുന്ന, അവരുടെ ചുറ്റുവട്ടങ്ങളിൽ അവർ നേരിടേണ്ടി വരുന്ന എല്ലാ ഭീഷണികളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുവാനുള്ള ഒരു അവസരമാണിത്. അമേരിക്ക കൂടെ നിന്നാൽ
അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായി അത് ചെയ്തു തീർക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാം. ഇപ്പോൾ തന്നെ ഈ സമാധാന കരാറൊക്കെ ഉണ്ടായപ്പോഴും അതിൽ കക്ഷി ചേരുവാൻ ഇസ്രായേൽ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ലെബണനിൽ ആക്രമിച്ച് കയറി ഹിസ്ബുള്ളയെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇതുവരെ പിടിച്ചെടുത്ത ലെബണൻ്റെ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണം. അത് ആദ്യഘട്ടത്തിൽ തന്നെ പരിപൂർണമായും ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. തന്നെയുമല്ല, നെതന്യാഹു നേരിട്ട് തന്നെ ഒരു പ്രസ്താവന ഇറക്കി, ഇസ്രായേൽ അമേരിക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല, അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട യാതൊരു ബാധ്യതയും ഇസ്രായേലിലില്ല, ഈ കരാറിൽ ഞങ്ങൾ പങ്കാളികളല്ല എന്ന് അസന്നിഗ്ധമായി നെതന്യാഹു തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബന്ധങ്ങളൊന്ന് കൂടുതൽ കുഴപ്പത്തിലാക്കണം. അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ശത്രുസ്ഥാനത്ത് വരണം. അതിനുള്ള സാധ്യതകൾ തുലവും വിരളമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ആർപിയുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ആർപി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരു ട്രംപിനും ഒരു നെതന്യാഹുവിനും ഒക്കെ അപ്പുറമുള്ളൊരു ബന്ധമാണ്. ഇസ്രായേലിന് അമേരിക്കയുടെ ഉള്ളിലുള്ള സ്വാധീനം നിസ്സാരമല്ല. യഥാർത്ഥ ഇസ്രായേൽ ഒരുപക്ഷെ അമേരിക്കയ്ക്കുള്ളിലായിരിക്കും ഉള്ളത്, അവിടെയായിരിക്കും പ്രവർത്തിക്കുന്നത്. അത്ര ആഴമുള്ളൊരു ബന്ധമാണ്, അത്ര ആഴമുള്ളൊരു പരസ്പര സ്വാധീനമാണ്, ഒരു പരസ്പര പൂരകമായൊരു ബന്ധമാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവസാനിപ്പിക്കില്ല. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിന് ഈ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥകൾക്ക് അനുകൂലമായ രീതിയിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ വീണാൽ അത് കൂടുതൽ ഇറാനെ പോലെ ഈ ഭീകരവാദികൾക്ക്, ഹിസ്ബുള്ളയെ പോലുള്ള ഭീകരവാദ സംഘടനകൾക്കും സഹായകരമാകും. കാരണം ഇസ്രായേലിനൊരല്പം പിന്നോട്ട് നീങ്ങേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം എന്തെങ്കിലും സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് ട്രംപ് വരുത്തി വച്ചാൽ അവർക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു തിരക്കഥ എഴുത്താണ്, അല്ലെങ്കിൽ പല തിരക്കഥ എഴുത്തുകളുടെ ഒരു തിരക്കഥ മാത്രമാണ് ഈ പെപ്പെ എസ്കോബാർ എന്ന വ്യക്തിയുടെ ഈ ലേഖനം. പാകിസ്ഥാനെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഇനി ശരി, ഇത്തരത്തിലുള്ളൊരു ലേഖനം പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ, അസീം മുനീർ ആണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അസീം മുനീർ ഭയങ്കര കിടിലമാണെന്ന് അസീം മുനീറിന് തന്നെ അഭിപ്രായമുണ്ട്. മറ്റാർക്കും അഭിപ്രായമില്ലെങ്കിലും അസീം മുനീറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, വലിയ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഹംബോധത്തെ ഒന്ന് മസാജ് ചെയ്തെടുക്കാൻ, ഒന്ന് ഒഴിഞ്ഞെടുക്കാൻ അദ്ദേഹം ഇതിന് പ്രതികരിക്കും. അല്ലെങ്കിൽ ഷാബാസ് ഷെരീഫിനെ പോലുള്ളവരെ, ഖ്വാജ ആസിഫിനെ പോലുള്ള വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിയോ ഒക്കെ കൊണ്ട് അവർ പ്രതികരണമിറക്കും. ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു നീക്കും, ശരിയാണ്, ഞങ്ങളിങ്ങനെ കണ്ടുപിടിച്ചിരുന്നു, അങ്ങനെയുള്ള വാർത്തകളൊന്നും അറിഞ്ഞില്ല, തൊട്ടും തൊടാതെയും. പക്ഷേ ഈ ഭീഷണി അവർ മുഴക്കും. അങ്ങനെ ഭീഷണി മുഴക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മറുപടി ഉണ്ടാകും. ഈ ഒരു മധ്യസ്ഥ ശ്രമത്തിനിടയിൽ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അതിനെന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുകയും ചെയ്യും. നെതന്യാഹുവിനെ, പാകിസ്ഥാനെ ആക്രമിക്കുവാൻ നെതന്യാഹുവിന് ഞാൻ അനുവാദം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നെതന്യാഹുവിനും രാജ്യത്തിപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രതികരിച്ചേ മതിയാകുകയുള്ളൂ. ട്രംപിൻ്റെ അനുവാദം എനിക്ക് വേണ്ട, ആക്രമണത്തിലേക്കൊന്നും പോകില്ല. ഇങ്ങനൊരു വാദപ്രതിവാദത്തിൽ വല്ലാത്തൊരു കുഴപ്പം അവിടെ സൃഷ്ടിക്കപ്പെടും. ട്രംപും നെതന്യാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ കൂടുതൽ വലുതാവുകയും ചെയ്യും. ആ വികസിക്കുന്ന വിള്ളൽ ആർക്കൊക്കെയാണ് പ്രയോജനപ്രദമാകുക എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ, ഹിസ്ബുള്ളയെ പോലുള്ള ഭീകരവാദ സംഘടനകൾക്ക്, ഇറാനിലെ തീവ്ര ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്, അതിൽ തന്നെയുള്ള അതിതീവ്ര പക്ഷത്തിന്, ഈ ഭീകരവാദികൾക്കെല്ലാമായിരിക്കും ഈ ബന്ധത്തിലെ വിള്ളൽ ആത്യന്തികമായി പ്രയോജനം ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഉന്ത് ആണ്, ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും എന്ന രീതിയിലുള്ള പ്രവൃത്തിയുടെ തുടക്കമാണ് ഈ പെപ്പെ എസ്കോബാറിൻ്റെ ലേഖനം. ഈ പെപ്പെ എസ്കോബാറിൻ്റെ ലേഖനം ദേശീയ മാധ്യമങ്ങളിലോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ പോലും വലിയ ചർച്ചകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് ഈ പെപ്പെ എസ്കോബാർ ലോകം ആരാധിക്കുന്ന ഒരു ഭൗമരാഷ്ട്ര നിരീക്ഷണ വിദഗ്ധനാണ് എന്നൊക്കെ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ അവകാശപ്പെടും. പക്ഷേ സത്യമെന്നുള്ളത് അദ്ദേഹത്തെ അടിസ്ഥാനപരമായിട്ടൊരു തമാശക്കാരനായിട്ടാണ്, വളരെ ഗൗരവമേറിയ വിഷയമായി ഭൗമരാഷ്ട്ര വിഷയങ്ങളെ കാണുന്ന വിദഗ്ധർ കാണുന്നത്. ഇതൊരു തമാശക്കാരനായിട്ട് മാത്രമാണ്. ഗൗരവമേറിയ വിഷയങ്ങളെ കാണുന്നവർ തമാശക്കാരനായി കാണുന്ന ഒരു വ്യക്തി എത്രത്തോളം പ്രസക്തനാണ് ഒരു വിശകലനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുക. ഒപ്പം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങൾക്കെന്ത് തോന്നുന്നു? മൊസാദ് അസീം മുനീറിനെ വധിക്കുന്നത് നല്ലതാണോ ദോഷമാണോ? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ദോഷകരമാണ് എന്നുള്ളതാണ് ഭാരതത്തെ സംബന്ധിച്ച്. കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹമാണ് നമ്മുടെ ദുരന്തർ പാകിസ്ഥാനിലുള്ളത്. അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ തലപ്പത്തിരുന്ന് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് പാകിസ്ഥാനെ നശിപ്പിക്കുവാൻ വലിയ അധ്വാനമൊന്നും വേണ്ട. അദ്ദേഹം തന്നെ അത് ഏതാണ്ട് മുഴുവനായി ചെയ്തുകൊള്ളും, അകത്ത് നിന്ന് പൊളിച്ചടുക്കിക്കൊള്ളും. ബാക്കി
POK ഉൾപ്പെടെയുള്ള ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ ഒരു നാശം പൂർണ്ണമായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ തൂത്തുവാരി ഇങ്ങ് എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രേക്ഷകരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? അത് ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ തത്വമയി ന്യൂസിൻ്റെ ഒരു കുടുംബാംഗമായി ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.